ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. നമ്മുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ഓർമ്മ ദിനമാണല്ലോ കഴിഞ്ഞു പോയത്. ഇന്നലെ 21 മെയ്. ഇന്ത്യയുടെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയായിരുന്നു രാജീവ് ഗാന്ധി. അദ്ദേഹത്തിന്റെ 34ാം രക്തസാക്ഷിത്വ ദിനമാണ് കഴിഞ്ഞുപോയത്. തന്റെ യുവത്വം രാജ്യത്തിന് പകർന്നു നൽകിയ നേതാവാണ് രാജീവ് ഗാന്ധി. കുറഞ്ഞ കാലമാണ് അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ ഉണ്ടായിരുന്നതെങ്കിലും രാജ്യത്തിന് സ്വപ്നം കാണാൻ പഠിപ്പിച്ച നേതാവാണ് രാജീവ് ഗാന്ധി. 1984 മാതാവും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നാണ് രാജീവ് ഗാന്ധി പാർട്ടിയുടെയും സർക്കാരിന്റെയും നേതൃത്വം ഏറ്റെടുക്കുന്നത്. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലെത്തുമ്പോൾ അദ്ദേഹത്തിന് 40 വയസ്സ് ആയിരുന്നു പ്രായം. അദ്ദേഹത്തിന് ഇന്ത്യയിൽ കുറെ പ്രധാനപ്പെട്ട ബില്ലുകൾ തന്റെ ഭരണകാലത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന് കഴിഞ്ഞു. രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് ആണ് വോട്ടിംഗ് പ്രായം 18 കുറച്ചുകൊണ്ടുള്ള പ്രധാനപ്പെട്ട ഒരു ബിൽ പാസാക്കിയത്. പഞ്ചായത്ത് രാജ് ബിൽ കൂടുതൽ അധികാരങ്ങൾ നൽകി ശക്തിപ്പെടുത്തിയതും രാജീവ് ഗാന്ധിയുടെ ഭരണകാലയളവിൽ തന്നെയാണ്. വളരെ ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു രാജീവ് ഗാന്ധി. ഇന്നലെ രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പ് വളരെ വൈകാരികമാണ്. നിങ്ങളുടെ ഓർമ്മകളാണ് ഓരോ ചുവടിലും എന്നെ നയിക്കുന്നത്. നിങ്ങൾ ബാക്കി വെച്ച സ്വപ്നങ്ങൾ ഞാൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. രാഹുൽ ഗാന്ധി എക്സിൽ കുറിച്ചു. രാജ്യത്തെ മുതിർന്ന നേതാക്കളെല്ലാം രാജീവ് ഗാന്ധിയെ അനുസ്മരിച്ച് കുറിപ്പുകളും വീഡിയോകളും പങ്കുവച്ചിട്ടുണ്ട്. ആ വലിയ നേതാവിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.